അപകടം ഉണ്ടാവും. ശരി മാമ, ഇനി ഞങ്ങള് നോക്കി പൊക്കോളാം. അങ്ങനെ തന്നെ പറയടാ. നോക്കി ഇറങ്ങ്, സൂക്ഷിച്ചിറങ്ങണട്ടെ മക്കളെ. രാമുവേ, അങ്ങനെ തന്നെ. അതന്നെ വള്ളിയമ്മേ, നീയും രാമും തമ്മിലുള്ള ചങ്ങാത്തം കൊള്ളാം. പക്ഷേ കടൽമണി എങ്ങാനും കണ്ടാൽ ബാല, നീ സൂക്ഷിക്കണം. അവരത്ര മോശക്കാരൊന്നല്ല. ഒന്നും സംഭവിക്കടാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ, ഞാൻ രാത്രി വരൂ. എനിക്കൊന്ന് ചെമ്പുക്കാവ് വരെ പോണം. ശരിടാ, ഓക്കെ. ബാലേട്ടനെ ഒരുപാട് തല്ലിയോ? ബാലേട്ടന് ആ ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടുന്ന് രക്ഷപ്പെടാലോ. അപ്പോ നമ്മുടെ ഈ പുഴ ഹോട്ടലിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ, അല്ലാണ്ട് വേറെ ഒന്നിനല്ലോ കേട്ടോ. അതിന് ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. അത് ഞാൻ സത്യം പറഞ്ഞതാ. അപ്പൊ നീ സത്യം മാത്രം പറയുന്നതാ? നിന്നെ കണ്ട കിണ്ണം കൊട്ടാനാന്ന് ഒരിക്കലും പറയില്ല, അല്ലേ ഡ്രൈവറെ? അതെ അതെ. വെള്ളം പതുക്കെ വലിച്ചെടുത്താ മതിട്ടാ, ഇല്ലെങ്കിലുണ്ടല്ലോ ചെളി കയറും. എന്നാ ഞാൻ പോട്ടെ ഡ്രൈവറേട്ടാ. ശരി ശരി. പതുക്കെ കയറ്റിയാ മതിട്ടോ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ. അവന്റെ ഒരു പോലീസ് ചോദ്യം. ഞാൻ ആരാ മോനെ പരട്ടയ്ക്ക് അറിയില്ല. അവനും അവന്റെ ഒരു പരട്ട സൈക്കിളും. അവനാണ് ആള്. അവൻ പോണറ്റ് പിടിക്കണം. ഞാൻ കണ്ടത് പോയി, കണ്ടില്ലായിരുന്നെങ്കിൽ വിടലവനെ. എന്താണ് ടാങ്കിൽ പറയണം? ഇല്ലേ കത്തിച്ചോളെ പച്ചക്ക് മണിമാർഗിലെ മനുഷ്യ വിസർജനം. വിസർജനല്ല, തീട്ടം. എടാ വൃത്തിയിട്ടവനെ, ആയിരങ്ങൾ കുളിക്കുന്ന പുഴയത്. ജലക്ഷാമമുള്ളപ്പോൾ ആകപ്പാടെ ആശ്വാസം ഈ പുഴയാ. ഇവനിത് കണ്ടില്ലായിരുന്നെങ്കിൽ ഇവന് നാടിന്റെ ശത്രു. രാമു, അവര് രണ്ട് കൈയോട് പെട്ടറാ. ചേട്ടന്മാരെ, ഇവിടെ ഞങ്ങൾക്ക് പണി ഞങ്ങളോടത്തോളാം. പന്തമായാലും കുത്തി കയറ്റങ്ങട് കാട്ട് കള്ളൻ. എന്തുകൊണ്ട് ഇത് പരിഗണന നീ? തൽക്കാലം അതൊന്നും വേണ്ട. രാമേട്ടാ, ആ പൈപ്പിങ് എടുത്തേ. ഇത് പിടിക്ക്. എന്നെ പോലെയുള്ള ആൾക്കാരാണ്, ഇവനെ പോലെയുള്ള ആൾക്കാരാണ് ഈ പുഴ നശിപ്പിക്കുന്നത്. മേലാലിത് എവിടെങ്കിലും ആവർത്തിച്ച ഇതല്ല കളി. കളി അങ്ങ് വേറെയാവും. എനിക്കാണ് ഇത് എവിടെന്നാ കൊണ്ടുവന്നേ അങ്ങോട്ട് തന്നെ കൊണ്ടുവെക്കോ, എന്നിട്ട് അവിടെ തന്നെ തട്ടിക്കോ. വണ്ടിയില് ഇവനെ പോലെയുള്ള ഒറ്റയ്ക്ക് ഇങ്ങനത്തെ പാഠങ്ങൾ പഠിപ്പിക്കണം. കണ്ടുപോരുത്. ഇനി വേണ്ടത്ര തെളിവ് തന്നിട്ടും തനിക്കൊരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ടാണോ ഇനിയും താൻ പോണത്? അവരെ ഒന്ന് റിമാൻഡിലാക്കാൻ പോലും തനിക്കായില്ല. ആ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കൈകടത്തലുണ്ടായിരുന്നു, അതുകൊണ്ടാ. ചക്രക്കുടം വേണോ കൈ കടത്താൻ? വേണമെങ്കിൽ അതും തരാം. ഒരു ലോറി നോട്ട് കൊടുത്താലും അടുക്കില്ല, അത്രയ്ക്ക് സത്യസന്ധനാ. നിർത്തണോ? തന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഞാൻ ചില കാര്യങ്ങളെല്ലാം
കണ്ടിട്ടുണ്ട്. എന്താണ് മുതലാളി? രണ്ടണ്ടിയും ഒരു ഉണ്ടേ പോയി കവടി നിർത്തണോ. കണക്ക് പ്രകാരം കാര്യങ്ങൾ മംഗളമാണ്. പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നുവല്ലേ? ഒട്ടും താമസിക്കണ്ട, എത്രയും വേഗം മറ്റു ചടങ്ങുകൾ ആരംഭിക്കാം. ഈ മാസാവസാനം എല്ലാ മംഗളകാര്യങ്ങൾക്കും ഉത്തമമാണ്. 2 ദിവസം മുമ്പ് ഒരു ആലോചന വന്നു, അത് നടക്കും. കിഴക്ക് നിന്നല്ലേ ആലോചന വന്നത്? നിങ്ങളിൽ ഉദയം തുടങ്ങിയിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേണ്ട വേണ്ട, എല്ലാം മംഗളമായി നടക്കട്ടെ. എന്നിട്ടാവാം ദക്ഷിണ. എഴുന്നേറ്റോളൂ. ഒന്ന് വഴി മാറി ഇവിടുത്തെ ആ ചേച്ചി അങ്ങോട്ട് പോയിക്കോട്ടെ. മാറിക്ക്, അങ്ങോട്ട് മാറിക്ക്. ഒരുപാട് നിഗൂഢ രഹസ്യങ്ങൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. അവയെല്ലാം കണ്ടുപിടിക്കാൻ ഇന്ന് വരെ ആരാലും കഴിഞ്ഞിട്ടില്ല. ഓരോ ജീവജാലങ്ങൾക്കും ഓരോരോ കഴിവുകളാണ്. ജ്യോതിർശാസ്ത്രം കണക്കുകളാണ്. ശൂന്യാകാശത്തേക്ക് കുതിച്ചു പോകുന്നതും കണക്കിന്റെ പിൻബലത്തിലാണ്. പോലീസിന്റെ വിളയാട്ടം, തമ്മിൽ സംഘർഷം, തേരി തിരിഞ്ഞുള്ള പോർവിളികൾ, എല്ലാം അശുഭലക്ഷണങ്ങൾ. ഇനി വല്ല പരിഹാര മാർഗങ്ങളുണ്ടോ? ഇല്ല. വല്ല ആപത്തും ഉണ്ടാകും. ആശാനൊന്ന് പറ, നെഞ്ചിടിക്കണ്. നെഞ്ചിടിച്ചേ കഴിയൂ. ഗണിക്കാൻ മാത്രമേ എനിക്കറിയൂ. തീരുമാനമെടുക്കേണ്ടത് സർവശക്തനായ തമ്പുരാനാണ്. പുഴയിൽ ഒരു ശവം പൊന്തു. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയിലെ അകറ്റി നിർത്തൂ. പുഴയിൽ ശവം പൊങ്ങും, കണ്ണാടി പുഴയിൽ ശവം പൊങ്ങും. ചേട്ടാ, നമ്മുടെ പുഴയിൽ ശവം പൊങ്ങുന്ന്. പുഴയിൽ ശവം പൊങ്ങും, കണ്ണാടി പുഴയിൽ ശവം പൊങ്ങും. അച്ഛോ, അച്ഛറിഞ്ഞ നമ്മുടെ കണ്ണാടി പുഴയിൽ ശവം പൊങ്ങുന്ന് പണിക്കരാ പറഞ്ഞത്. ജബാക്ക നിക്ക്. എന്താണ്ടാ? നമ്മുടെ കണ്ണാടി പുഴയിൽ ശവം പൊങ്ങുന്ന് പണിക്കരാ പറഞ്ഞത്. പണിക്കരങ്ങനെ പറഞ്ഞാ? ആ, എന്നാ പൊന്തും. ആരാണാവോ? തങ്കേച്ചി, എന്താ പണി? തങ്കേച്ചി, പറഞ്ഞു തോക്കടാ. നമ്മുടെ കണ്ണാടി പുഴയിൽ ശവം പൊങ്ങുന്ന് പണിക്കരാ പറഞ്ഞേ. അയ്യോ, ചെത്തിപ്പൂ വളരെ കുറവാ. ഇത് മതി ചേച്ചി. റീനെ, നീ അറിഞ്ഞ എന്ത്? നമ്മുടെ പുഴയിൽ ശവം പൊങ്ങും പണിക്കരാ പറഞ്ഞ്. ഈശ്വരാ, ഫാദർ അത് സമ്മതിച്ചു. പണിക്കര് വെറുതെ പറയില്ല. ബാലന് ജോലിയൊന്നും ശരിയായില്ലേ? ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ കോട്ടയത്ത് അവനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അവനോട് ചെന്ന് ജോയിൻ ചെയ്യാൻ പറയും. അതെ, എത്രയും പെട്ടെന്ന് അയക്കോ. അതന്നെ എനിക്കും തോന്നുന്നത്. വരുന്നുണ്ട്, അച്ഛൻ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്. നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. ബാല, നിനക്ക് 100 ആയുസാ. നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് കോട്ടയത്ത്. അടുത്ത മാസം ജോലി ഉറപ്പാച്ചാ. ഇന്റർവ്യൂ പാസ്സായി വിവരം അറിഞ്ഞു. നീ പച്ച പറഞ്ഞ് കേട്ടാ മതിട്ടാ. ജോലി ചേരാൻ പറഞ്ഞ ചേരാൻ മതിയില്ലേ? വേണ്ടച്ചാ, ഞാനൊന്ന് പുഴയിലേക്ക് പോട്ടെ. എവിടേക്കൊന്ന് മാറ്റി നിർത്താൻ നോക്കുമ്പോ അവന്റെ ഒരു പുഴയും കേട്ടില്ലച്ചോ. ഡാ, പോയിട്ട് വരാമെന്ന് പറയടാ. ശരി അച്ചോ, പോയിട്ട് വരാം.
വേലപ്പം വിഷമിക്കണ്ട. പണിക്കര് പറഞ്ഞല്ലേ, അവനൊന്ന് സൂക്ഷിക്കാം. എല്ലാം ദൈവം കാത്തോളും. വാ ജോസേ. ദേ വേലപ്പേട്ട, അച്ഛൻ പറഞ്ഞു കേട്ടല്ലോ. എന്താ എന്താ പറ്റിയത്? തല പൊട്ടി. രാമേട്ടാ, രാമേട്ടാ, ഓടി വായോ. എന്താണോ നീങ്ങ ഉടനെ തലേന്ന് ചോര വരണ്ട്. എന്താണ്ടത്? പുഴക്കടയിലൊരു വഞ്ചിമേ തല മുട്ടിയപ്പോ പൊട്ടിയതാ. ഏയ് വഞ്ചിയോ? വഞ്ചി ഒന്നല്ല, വല്ല മരക്കഷ്ണായിരിക്കും. സത്യോട്ടും വഞ്ചി തന്നെ. പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ. പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ. ശങ്കരേട്ടാ, നമ്മുടെ പുഴയിലൊരു വഞ്ചി കണ്ടു. പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ. ഇതേ കളവ് പോയ വഞ്ചിയാണെന്നാ എനിക്ക് സംശയം. സംശയിക്കേണ്ട ശങ്കരന്റെ വഞ്ചി തന്നെ. അയാളല്ലാണ്ട് പിന്നെ ആരാ? അയാളെന്നെ ശങ്കരേട്ടൻ. ഒരു ആവശ്യമില്ലാണ്ട് ബാലിന്റെ പേരിൽ കേസ് കൊടുത്താണ്. അയാളെ വെറുതെ നിർത്താനേ പറഞ്ഞ ശങ്കരേട്ട അത് ചെയ്യുന്നു എനിക്ക് തോന്നണില്ല. ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല. ശങ്കരേട്ടനാണെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടാ? അയാളാരാ? ഹരിചന്ദ്രനാ. ഇത് തന്റെ വഞ്ചിയാണോ? കേട്ടില്ലേ? പറയണോ? രണ്ട് പൊട്ടിച്ചാ മതി, മിണ്ടാട്ടം തന്നെയാണ് വരും. ഇയാളെ വെറുതെ വിടരുത്. അതെ. എന്തിനാ ശങ്കരേട്ട ബാലിനെ ചതിച്ചത്? ചെയ്യിച്ചതാ, എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് അവർ പറഞ്ഞു. അതാ ഞാൻ ഈ കൊലച്ചതി ചെയ്തത്. എന്താ ചെയ്യാ? അന്ന് മുതൽ ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഉറക്കം പോലും വരണില്ല. നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. ബാല, മാപ്പ്, എന്നോട് പൊറുക്കണം. മാപ്പ്. പട്ടി ചെന്നാൽ പാടി തുറക്കില്ലെന്നറിയാം. ഒന്നിനും കൊള്ളാത്തവര്. നിങ്ങൾക്കത് കത്തിച്ച് കളയാമായിരുന്നില്ലേ? വഞ്ചിയിലെ കല്ല് കെട്ടിയ താഴ്ത്തിയത്. പിന്നെ എങ്ങനെയാടാ വഞ്ചി പൊങ്ങിയത്? കുട്ടികള് കുളിക്കുമ്പോ വഞ്ചിയിൽ തലമുട്ടി. കുട്ടികളെ വഞ്ചി കാണിച്ചു കൊടുത്ത്. ആ ശങ്കരൻ ആ തെമ്മാടി കുറ്റം ഏറ്റെടുത്തു. മുതലാളി, ഞാൻ എല്ലാരും അർത്ഥാവും. പറ്റിയത് പറ്റി. എന്ത് കാര്യവും ബുദ്ധിയോടെ ചെയ്യണം. ആ സിഐയോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പേടിക്കണ്ട. ആ പൊയ്ക്കോ പൊയ്ക്കോ. ഏത് നേരവും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ കരുതിയിരിക്കണം. പണ്ടാറടങ്ങാൻ ആ നാശിച്ച കുട്ടികൾ അതിനെല്ലാം കാരണം. കുട്ടികൾക്ക് കുളിക്കാൻ കണ്ട സ്ഥലം. ഒന്ന് നിന്നടാ അവിടെ. വഞ്ചി കിട്ടിടാ. ഇനി എന്താ നിന്റെ പ്ലാൻ? പ്ലാനോളെ പലതുണ്ട്. നിന്നോട് പറയാ, നീ ആരാ? നീ ഇവിടുത്തെ നാട്ടുരാജാവാ. എന്താടാ സംശയണ്ടാ? അവിടെ അടി നടക്കണ്. ബാലിന് മനസ്സിലായിട്ടാ. രാജാപാട്ടലം വീട്ടിൽ വെച്ചാ മതി. പുറത്തെടുത്ത പുറമ്പോക്കിലാവും കൊത്തിയിരുന്ന ഈ കോലം. എന്താ വല? എന്താ മണി? ഇവന്മാർക്കൊരു ഇളക്കം. നീ വേം വിട്ടോ. ഇല്ലെങ്കിൽ നീ എന്തുണ്ടാ ചെയ്യാ? നിന്റെ രണ്ട് കാലം കൊണ്ട് വെട്ടും, പിന്നെ നീ ഞൊണ്ടും. പറഞ്ഞില്ലടാ, വെട്ടെറിക്കാൻ നോക്കണ കന്നാലി. ഇല്ലെങ്കിൽ അടിച്ചു തന്നെ ചങ്കാ തീട്ടം തൊട്ടോ എട്ടോടത്തോ ഓടാ ശവി. അയ്യോ മണിയെ പിടിക്ക്. ഏതൊക്കെ മണി? സാരില്ല മണി. ഈ കൊണ്ടട പണി നിന്നെ വെറുതെ വിടടാ. സൂക്ഷിച്ചോ.
റീന ഹായ് ഹായ്. കൊറേ നേരമായോ വന്നിട്ട്? ആ ഞാൻ കൂട്ടുകാരുടെ ഒപ്പം. എന്നിട്ട് കൂട്ടുകാരികളൊക്കെ എവിടെ? ഉള്ളിലുണ്ട് അവര്. എപ്പോഴാ പ്രോഗ്രാം തുടങ്ങണേ? 3:45 സമയം പറഞ്ഞത്. അയ്യോ അത് ശരി. വരുന്നുണ്ടോ? ഓ നോക്കട്ടെ, വരാം. ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കറിയാം? ചോര വീഴുന്ന ലക്ഷണ. ഇല്ല. ഞങ്ങൾ പോണൂട്ടാ, വേഗം വരണം. അടുത്ത പരിപാടി നമ്മളേതാ. കേട്ടില്ലേ? വേഗം വരണട്ടാ. എനിക്ക് പേടിയുണ്ട് ബാലേട്ടാ. എന്തിനു പേടിക്കണം? കുറച്ച് പൊല്ലാപ്പുണ്ടാവും, അത്ര തന്നെ. ഇനി അവൻ കൂടുതൽ ത്രാട്ടെടുത്താ നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് അവിടെ കൊണ്ടുവരും. പോരെ? അപ്പൊ കൂടുതൽ പ്രശ്നമാവില്ലേ? ഉണ്ടാവും. ട്രെയിനെ നീയും ഞാനും പ്രായപൂർത്തിയായി വരാ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാനില്ലടെ നിന്റെ കൂടെ എന്നും. കൊച്ചാണെങ്കിലേ ചെറുപ്പം മുതൽ മനസ്സിൽ കൊണ്ട് നടക്കുക. അവനും അങ്ങനെ തന്നെയാ. എന്തൊട്ടാവ സംഭവിക്കുക? എന്തൊട്ട് സംഭവിക്കാൻ? അവര് കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവും, ഞാനൊരു അപ്പൂപ്പനാവും, നീ ഒരു അമ്മൂമ്മയാവും. അല്ലാണ്ട് സംഭവിക്കാൻ? ഇവിടുത്തെ പോക്ക് കണ്ടിട്ട് ഈ ഒന്ന് പേടിക്കാണ്ടിരിക്കാൻ മണി.